നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ എക്സസൈസിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു മട്ടത്രികോണത്തിൻ്റെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ആണ്. അതിൻ്റെ 3 കോണും കണക്കാക്കുക. ആൻസർ: ഓക്കെ. ഇവിടെ ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും? ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം. അപ്പോൾ മട്ടത്രികോണം എങ്ങനെ ഇരിക്കും? അതൊരു മട്ടത്രികോണം വരയ്ക്കാം. ഓക്കെ, ഒരു മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു കോൺ മട്ടമായിരിക്കും. മട്ടം മീൻസ് 90 ഡിഗ്രി, റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് ഈ മട്ടത്രികോണത്തിന് പറയുക. അപ്പോൾ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കോണുകൾ തമ്മിലുള്ള വ്യത്യാസം 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഒരു കോൺ എക്സ് ആയിട്ട് എടുക്കാം, അടുത്ത കോൺ എക്സ് പ്ലസ് 20 എടുക്കാം. ചിലർ എക്സ് മൈനസ് 20 എന്നൊക്കെ എക്സും വൈയും എടുത്തിട്ട് എക്സ് മൈനസ് വൈ സമം 20 എന്ന് എഴുതുന്നവരും ഉണ്ട്. നമുക്കെന്തായാലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ 3 കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? ഒന്നാമത്തെ കോൺ, ഒന്നാം കോൺ സമം എക്സ്. രണ്ടാം കോൺ സമം എക്സ് പ്ലസ് 20. വ്യത്യാസം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിനെക്കാട്ടി 20 കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ കോൺ, 3 കോൺ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ എഴുതാം 90 ഡിഗ്രിയാണെന്ന്. അപ്പോൾ ഒരു മട്ടത്രികോണമല്ല, ഒരു ത്രികോണം എടുത്തു നോക്കിയേ. അതിലെ കോണളവുകളുടെ തുക എത്ര? തുക 180 ആണ്. എല്ലാ കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. 180 ഏതൊക്കെ? എല്ലാ കോണും കൂടെ കൂട്ടിയാൽ. ഇവിടെ ഏതൊക്കെയാണ് കോണ്? ഒരു 90 ഡിഗ്രി ഉണ്ട്, ഒരു എക്സ് ഡിഗ്രി ഉണ്ട്, അത് കഴിഞ്ഞൊരു എക്സ് പ്ലസ് 20 ഡിഗ്രി ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 90 കൂട്ടുന്നതിന് പകരം എങ്ങനെ ചിന്തിക്കാം? 180 ഒരു 90 പോയി, ഇനി എത്രയുണ്ട്? ബാക്കി 90 ഉണ്ട്. ആ 90 എന്ത്? ആ 90 സമം ഇങ്ങനെ എക്സും എക്സ് പ്ലസ് 20യും കൂടെ ചേരുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 20യും കൂടെ ചേർന്നാൽ 90 അല്ലെങ്കിൽ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എത്ര എക്സ് ഉണ്ട് ഇവിടെ? 2x അല്ലേ? 2xും 20ഉം കൂടെ ചേർന്നാൽ എത്ര? 90 ഡിഗ്രി. 2xൻ്റെ കൂടെ 20 കൂട്ടിയപ്പോൾ 90. ഈ 2xൻ്റെ കൂടെ 20 കൂട്ടിയില്ലായിരുന്നെങ്കിലോ 90-നെക്കാട്ടിയും 20 കുറവായിരുന്നേനെ. എത്രയാണ് 90-നെക്കാട്ടി 20 കുറഞ്ഞ സംഖ്യ? 70 ഡിഗ്രി അല്ലേ? അപ്പോൾ 70 ഡിഗ്രി എന്ന് കിട്ടിയാൽ എന്ത്? 2x 70 ഡിഗ്രി. 2x 70 ഡിഗ്രി ആണെങ്കിൽ 1x എത്രയായിരിക്കും? 1x എന്ന് പറയുന്നത് 70 ഭാഗം 2. 70നെ 2 കൊണ്ട് ഹരിക്കുക അല്ലേ? 70ൻ്റെ പകുതി എത്രയാണ്? 35. നമുക്ക് വെട്ടിക്രിയ ചെയ്ത് കാണിക്കാം അല്ലേ? 1, 7 എത്ര? 2 ഉണ്ട്. 7, 3, 2, 6. ശിഷ്ടം ഒരു 1 കൂടെ ഉണ്ടല്ലേ? 10 ആയപ്പോയത്. 10 എത്ര? 2 ഉണ്ട്. 2, 5, 10. അപ്പോൾ 10നെ വെട്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 35. അപ്പോൾ ആൻസർ 35. ഓക്കെ, സോറി, എക്സ് 35. ഒരു കോൺ 35. അപ്പോൾ രണ്ടാമത്തെ കോൺ എത്രയാണ്? എക്സ് പ്ലസ് 20. എത്രയാണ് എക്സ് പ്ലസ് 20 ഡിഗ്രി? 35 പ്ലസ് 20 ഡിഗ്രി എത്രയാണ്? 30ഉം 20ഉം 50 അല്ലേ? 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എങ്ങനെ എഴുതാം? കോണുകൾ സമം 90 ഡിഗ്രി, 35 ഡിഗ്രി, എത്ര? 55 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ.